പാലും ഇത് കുടിച്ചിട്ടില്ലേ കേട്ടോ. എന്താണ് 2 ദിവസമായിട്ടൊരു സ്നേഹപ്രകടനം? ഒന്നുമില്ല. അതെ സോറി. എന്തിന്? അതെ 2 ദിവസമായിട്ട് ഞാൻ ഇച്ചേനെ വെറുതെ അതും ഇതും പറഞ്ഞ് തർക്കിച്ചിട്ട് വിഷമിപ്പിക്കല്ലേ. എനിക്കറിയാം നീ കാര്യങ്ങൾ മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കുള്ളൂ. നമ്മളിപ്പോ ഈ ചെയ്യണതുണ്ടല്ലോ ഒരു ജോലി മാത്രമല്ല, ഒരു പുണ്യപ്രവർത്തിയും കൂടിയാണ്. എന്തോരം പാവപ്പെട്ട വീട്ടിലാണ് പഠിച്ച പെൺകുട്ടികളുള്ളത് ഇല്ലേ? അവരെ നമ്മളൊരു മാർഗം കാണിച്ചൊന്ന് കൈ കൊടുത്ത് കയറ്റി വിട്ടാൽ അവരുടെ കുടുംബം രക്ഷപ്പെടും. അപ്പൊ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ഗുണം? എന്റെ കണ്ണട ഞാൻ നിനക്കിത് കൊണ്ട് നടക്കാം, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അല്ലാതെ ഞാൻ ഒന്നും അറിയാതെ ഒന്നിൽ ചാടൂലെന്ന് എനിക്ക് അറിയാലോ. ഞാനും പിന്നെ ആലോചിച്ചപ്പോ മനസ്സിലായത് ഇച്ചൻ ചെയ്യണത് എന്തായാലും പുണ്യപ്രവൃത്തിയാ. നല്ല ശമ്പളം കിട്ടുമോ ഇച്ചയാ വിദേശത്ത്? പിന്നെ BSc നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ 1-2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഒത്രയുണ്ടോ? പിന്നെ അവിടെ താമസം കിട്ടും. ഇവര് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ മക്കളെ കൊണ്ടുപോകാം. എന്തോരം പേരാണ് ഇപ്പൊ ഈ മുരളി മുഖാന്തരം രക്ഷപ്പെട്ടിട്ടുള്ളത്. തിരുവല്ലയിലും കോട്ടയത്തും ഉള്ള പിള്ളേരൊക്കെ. ഇതെന്താണ്? എന്റെ ബയോഡേറ്റ. ബയോഡാറ്റ എനിക്കുണ്ടെന്നാണ് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. കാണാൻ വേണ്ടി തന്നെയല്ല, ഞാൻ നേഴ്സല്ലേ, എനിക്കും പോണം വിദേശത്ത് ജോലിക്ക്. എന്ത്? അത് ശരിയാവൂല. ആ ശരിയാവും. ഇച്ചയില് പറഞ്ഞ 1-2 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന്. അപ്പൊ നമുക്ക് കാറും വീടും ഒക്കെ മേടിച്ചൂടെ? ഞാൻ പറയണ കേക്ക്. നമുക്ക് ഇവിടെ ആളെ സെലക്ട് ചെയ്ത് കയറ്റി വിടുന്നവരുള്ള ഉത്തരവാദിത്തമുള്ളൂ. പിന്നെ അവിടെ ചെന്ന് എന്താ ഉണ്ടാകണേന്ന് അറിയാൻ പറ്റൂല. അവിടെ ചെന്ന ഒന്നും ഉണ്ടാവില്ല. ഇച്ചനല്ലേ പറഞ്ഞ ഫാമിലി വിസയില് ഹസ്ബൻഡിനെ ഒക്കെ കൊണ്ടുപോകാന്ന്. എടി നിനക്ക് പറ്റൂലെന്ന്. നിന്നെ എനിക്ക് പരീക്ഷിക്കാൻ പറ്റുമോ? അതെന്തിനാ എന്നെ പരീക്ഷിക്കണം? എന്നെ പോലെയല്ലേ മറ്റുള്ളവരും പോകുന്നത്. എനിക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അവളോട് ഇത് പറഞ്ഞാൽ നടക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെന്താ നടക്കാത്തേ? നടക്കാത്ത കാര്യം നമ്മുടെ കൺസൾട്ടൻസി തുടങ്ങാൻ പോകണ്ടല്ലോ. അതിന്ന് ആദ്യത്തെ വിഷയം തന്നെ ഇവക്ക് കയറി പോണു നേഴ്സായിട്ടേ. രണ്ടാമത് വിട്ടാലും മതി. അത് ശരിയാവൂല. ഈ ആളുകളെ സെലക്ട് ചെയ്ത് കയറ്റി വിടുന്നത് വരെയുള്ളൂ നമുക്ക് ചുമതല. പിന്നെ അവിടെ പോയി കിടന്ന് ഏതാണ് എന്താന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ലേ. അതുപോലെ എനിക്ക് ഇവിടെ കയറ്റി വിടാൻ പറ്റും. എന്തെത്ര വിവരല്ലേ എനിക്ക്. അവൻ പറയണത് ശരിയല്ലേ? ഈ മറ്റുള്ള പെണ്ണുങ്ങളെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് അതൊരു പരീക്ഷണാണ്. അതേമാതിരി അന്നെ പരീക്ഷിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ട് കേക്കണ്ടേ? അവളുടെ ബയോഡാറ്റയായിട്ട് വന്നതാണ് കാലത്തെ. ശരിയാണ് ശരിയാണ്. അല്ല നാട്ടുകാരുടെ പെണ്ണുങ്ങൾക്ക് പിന്നെ അത് തന്നെയല്ലേ നമ്മുടെ കായും കാര്യങ്ങളൊക്കെ കിട്ടിയല്ല ഇടപാടും തീർന്നു കഴിഞ്ഞാ പിന്നെ അവര് പോവേ. സത്യത്തിൽ അതൊരു പരീക്ഷണാണല്ലേ ഇപ്പൊ നിങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാല്. അങ്ങനെയൊന്നും എല്ലാവർക്കും ഇല്ല. പിന്നെ ഇതൊരു അത് യോഗം പോലെയാണല്ലോ. ചിലവര് നല്ല സ്ഥലത്ത് ചെന്ന് പെടും, ചിലവര് കഷ്ടപ്പെട്ടു. ജീവിതത്തിലും അങ്ങനെയല്ലേ. അതിപ്പോ എന്റെ ഭാര്യ അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടാവുള്ളേ. അത് അല്ലെന്ന് ഇങ്ങനെ പഠിച്ച പിള്ളേര് സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകാനിരിക്കണവരാണ് നമ്മുടെ അടുത്ത് അപ്ലൈ ചെയ്തത്. നന്നായി പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് പിന്നെ അവര് അവിടെ അങ്ങോട്ട് കടന്നിട്ട് എന്തായാലും നമുക്ക് കുഴപ്പമില്ല എന്നാണല്ലോ നമ്മുടെ കമ്പനി. എന്റെ പാർട്ണർ ഉണ്ടല്ലോ മുരളി, ഇവൻ ഒരുപാട് പേരെ കയറ്റി വിട്ടിട്ടുണ്ട്. അവര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ല ആരും മോശമൊന്നും ആയിട്ടില്ല. ഇല്ല ഇല്ല. പക്ഷെ ചിലവര് കുടുങ്ങും, പറയാൻ പറ്റില്ല. യോഗം പോലെ. അപ്പൊ ആ കുടുങ്ങല് പന്റെ ഭാര്യ കുടുങ്ങിയ പ്രശ്നമാണ്. നാട്ടുകാർക്ക് എന്തോന്നാലും നമ്മൊരു കാര്യം തുടങ്ങുമ്പോ അങ്ങനെയൊന്നും ആലോചിക്കൂലല്ലോ. എന്തിനാ അങ്ങനെ ആലോചിക്കണത്? അതല്ലേ ജോസിറ്റേ. അല്ല ഇപ്പൊ ഈ കയറ്റി വരുന്ന മറ്റുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അവർക്ക് ഭർത്താക്കന്മാരുണ്ടാവില്ലേ? ഇല്ലാത്തവരുണ്ട്. അപ്പൊ ഈ ഉള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യ അങ്ങോട്ട് കയറിപ്പോട്ട് അവിടെ അടങ്ങറാവണത് വലിയ സുഖം ഉണ്ടാവുമോ? അങ്ങനെ വരരുത്. അല്ല അത് ഉറപ്പില്ലല്ലോ കമ്പനിക്ക്. ഉറപ്പില്ല, പരീക്ഷണല്ലേ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അവരൊക്കെ പാടം ഇങ്ങോട്ട് കയറി വന്നാല് ആ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്ലൈറ്റിൽ കയറുന്നവരുള്ള ചുമതലേ ഉള്ളൂ. അല്ല അത് അവരല്ലേ ഭർത്താക്കന്മാർ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഫ്ലൈറ്റിൽ കയറാണ്ട് നിങ്ങളും ഇവിടെ ഉണ്ടാവുമല്ലോ. സമാനം പറയേണ്ടി അവര് വന്ന് തലടിച്ചു പൊട്ടിക്കില്ലേ? അങ്ങനെയൊന്നും അല്ല അല്ല ഉണ്ടാവില്ല പറയാൻ പറ്റില്ലല്ലോ. കുടുംബം അനക്ക് പറയാൻ പറ്റില്ല, ഉറപ്പില്ലല്ലോ. പരീക്ഷണല്ലേ. ആ പരീക്ഷണം പരാജയപ്പെട്ടാല് വന്ന് തന്നെ തല്ലി പൊളിക്കുമല്ലോ. അത് പറ്റൂല എന്നാ ഓള് പറയണേ. എന്റെ തല പൊട്ടിപ്പൊളിച്ചാൽ യാത്ര കാണാൻ രസം ഉണ്ടാവില്ല. നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു. അല്ലല്ല ആവശ്യമില്ലാത്തന്ന് എങ്ങനെ പറയാ? അനക്ക് ഉറപ്പുണ്ടോ? ഇല്ല. കേറ്റി വിടുന്ന പെൺകുട്ടികള് അവിടെ സേഫ് ആണെന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റുമെങ്കിൽ എന്റെ ഭാര്യനെയും കൂടി എനിക്ക് വിടാലോ. അവിടെ എന്ത് കണക്ഷനും പരിചയവും
ഞാൻ ഈ ഫോണിലുള്ള കസർത്ത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാനെങ്ങനെ ഉറപ്പ് കൊടുക്കണ? എടാ ജോസൂട്ടിയെ, സ്വന്തം ഭാര്യ പറഞ്ഞയക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നാട്ടിലുള്ള ഒരു സ്ത്രീയും പറഞ്ഞയക്കില്ല എന്ന് തീരുമാനം എടുക്കുന്നിടത്തിലാണ് ആണിന്റെ വില. ഓനാണ് മനുഷ്യൻ. അറിയാനക്ക് അതിന് പറ്റാത്ത കമ്പനി എവിടുത്തെ കമ്പനിയാണ്? അല്ല പിന്നെ അല്ല, ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഒരുപോലെ പറയുമ്പോ പിന്നെ ഞാനെന്ത് തീരുമാനം എടുക്കാനാ? അല്ല, എനിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മതി. അല്ല, ഇതിപ്പോ നിങ്ങളെല്ലാരും കൂടി ഒക്കെ പറയട്ടെ ഞാൻ ഏതാണ്ട് ഭയങ്കര ഭീകര ആള് എന്നൊക്കെ ആണ്. അല്ല, ഞാൻ തീരുമാനിച്ചു. എന്ത്? അതെ, നമ്മുടെ ഈ ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസി ഉണ്ടല്ലോ, ഞാൻ അങ്ങാട് നിർത്തിയോ? കൊടുകൈ